എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് നമ്മുടെ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വോളിയം ആവശ്യമുള്ളതിനാൽ നമ്മൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് എടുത്തിട്ടാണ് നമ്മുടെ അനാലിസിസ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഇത് സ്പോട്ട് ചാർട്ടിനേക്കാളും ഒരു 100-150 പോയിൻറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ വിവരം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ അറിവിലേക്കായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അനാലിസിസിലേക്ക് കിടക്കാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ആദ്യം നോക്കാം എന്താണ് സംഭവിച്ചതെന്നൊക്കെ. നമ്മൾ ഇന്നലെ തന്ന ലെവൽസ് എല്ലാം വർക്കായോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തുടങ്ങിയ സെൽ ഓഫ് ഒരു ഉച്ചയ്ക്ക് 11:30 വരെ നീണ്ടുപോയി. ഈ മാസീവ് സെൽ ഓഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത ആദ്യത്തെ 2 ലെവലും മാർക്കറ്റിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 11:30 ആയപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെവൽ, അതായത് 25,589 ആ ലെവലാണ് റിവേഴ്സലിന് തുടക്കം ഇട്ടത്. റിവേഴ്സൽ വന്ന ശേഷം പിന്നെ 25,623, 25,702 ഈ 2 ലെവലിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കുതിക്കുകയായിരുന്നു. മേജർ അപ്സൈഡ് കഴിഞ്ഞപ്പോൾ പിന്നെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തത് നമ്മൾ മാർക്ക് ചെയ്ത വേറൊരു ലെവലായ 25,810 അവിടെ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ട് ടുവാർഡ്സ് എൻഡ് 25,910 തൊട്ടടുത്ത് പോയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇന്ന് കുറച്ച് ചാലഞ്ചിങ് ആയ ദിവസമായിരുന്നു, എസ്പെഷ്യലി ആ റിവേഴ്സലിൻ്റെ ഏരിയ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ OA ഡേറ്റ കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റിവേഴ്സൽ കൺഫേം ചെയ്തത്. അപ്പം OA ഡേറ്റിൽ വരുന്ന ചേഞ്ചസ് 25,589 എന്ന് പറഞ്ഞ ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടിയത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അവിടുന്ന് ട്രേഡ് എടുക്കാനും പറ്റിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സെറ്റപ്പ് എന്ത് തന്നെ ആയാലും, പ്രൈസ് ആക്ഷനോ SMCയോ എന്ത് തന്നെ ആയാലും, നിങ്ങൾ OA ഡേറ്റ ഒരു സെക്കൻഡറി കൺഫർമേഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ OA ഡേറ്റ മാത്രം കൺസിഡർ ചെയ്യരുത്, അതൊരു സെക്കൻഡറി ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പാസ്റ്റ് കഴിഞ്ഞു, നമുക്കിനി പ്രസൻറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിൻ്റെ വോളിയം പ്രൊഫൈൽ അത് എങ്ങനെ നമുക്ക് ലൈൻസ് മാർക്ക് ചെയ്ത് നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇന്നത്തെ മാർക്കറ്റിന് 2 സ്വഭാവമായിരുന്നു. ഉച്ചയ്ക്ക് 11:30 വരെ ഒരു സ്വഭാവം, 11:30ക്ക് ശേഷം വേറൊരു സ്വഭാവം. അപ്പോൾ നമുക്ക് ഈ സ്വഭാവങ്ങൾക്കനുസരിച്ച് നമുക്ക് 2 വോളിയം നോഡാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം ടോപ്പിലും ഒരെണ്ണം ഓൾമോസ്റ്റ് ടുവാർഡ്സ് ദി എൻഡ്. ഇതിൽ ആ ടോപ്പിലുള്ള നോഡ് ടേപ്പർ ചെയ്തൊരു എൻഡ് ഉണ്ടെങ്കിലും ആ എൻഡിന് താഴെ ഒരു ചെറിയൊരു ലോ വോളിയം നോഡ് കാണും. ആ നോഡ് നമ്മളെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ ആ ടേപ്പേഡ് എൻഡ് നമുക്കൊരു റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷോർട്ട് എൻട്രി എടുക്കേണ്ടത് ആ ലോ വോളിയം നോഡിൽ നിന്നാണ്. ഇനി അതല്ല, മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് ആ നോഡിന് ഇപ്പം തൽക്കാലത്തേക്ക് റെലവൻസ് ഒന്നുമില്ല. നമുക്ക് ആ ടേപ്പേഡ് എഡ്ജിൻ്റെ മേളിൽ നമുക്ക് ലോങ്സ് എടുക്കാം. ഇനി നമുക്ക് ഇന്നലത്തെ പ്രൊഫൈലും ഇന്നത്തെ പ്രൊഫൈലും സൈഡ് ബൈ സൈഡ് നോക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊരു റിലേറ്റീവ് അനാലിസിസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറിൽ നമുക്കൊരു ക്ലോസിങ് വന്നത് 25,880 അപ്പം ആ ക്ലോസിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു 25,800 അടുത്ത്. ആ 800ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നലത്തെ VPOC ആണ്. അവിടെ ഇന്നലത്തെ ഒരു ഹൈ വോളിയം നോഡും ഉണ്ട്. അപ്പം നമ്മൾ നാളെ മാർക്കറ്റ് എങ്ങനെ ഒരു ഗ്യാപ്പ് ഡൗണോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോങ്സ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ലെവലാണ് 25,800. അപ്പം ആ 800 ലെവലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ അത് തലേ ദിവസത്തെ VPOC ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഇംബാലൻസ് ഫോം ചെയ്ത ഒരു ഏരിയയാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ മാർക്ക് ചെയ്ത ഒരു ലൈൻസ് ഈ ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബുള്ളിഷ് ഇംബാലൻസ് വരുന്ന ഏരിയയാണ്. ഇപ്പം നമ്മൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊക്കെ പറയും സ്മാർട്ട് മണി കൺസെപ്റ്റിൽ. അപ്പോൾ അവിടെയും നമുക്ക് തിരിച്ച് ഒരു ബുള്ളിഷ് ട്രേഡ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ലിക്വിഡിറ്റി ഏരിയാസ് വരുന്ന സോൺസൊക്കെയാണ് ഞാൻ ലെവൽസായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഈ ലെവൽസ് എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ലെവൽസ് എടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ടെലഗ്രാം ചാനലിൽ ഞാൻ ചാർട്ടായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ലെവൽസ് മാർക്ക് ചെയ്തതിൻ്റെ റീസണാണ് മുന്നേ പറഞ്ഞത്. അപ്പം ചുമ്മാ നിങ്ങൾക്ക് ലെവൽസ് തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ ലെവൽസിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഇത്ര സമയം എടുത്തത്. അപ്പോൾ ഇതാണ് ലെവൽസ്. ഇതിൻ്റെ മുകളിലേക്കും താഴത്തേക്കും വേറെ ലെവൽസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ചാർട്ടായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിലിട്ടേക്കാം. അപ്പോൾ നമുക്കിനി OA, ഗാമ എക്സ്പോഷർ എന്നീ 2 കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്കൊരു കോൾ വാള് എന്ന് പറഞ്ഞ സംഭവം വരുന്നത് 25,850 അവിടെ പുതുതായിട്ട് ഓൾമോസ്റ്റ് 2 മില്യൺ കോൾ റേറ്റേഴ്സ് ഉണ്ട്. പിന്നെ അവിടുത്തെ OA വരുന്നത് 7.1 മില്യൺ. 25,800 നമ്മളിന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അവിടെയും സാമാന്യം നല്ല കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. 9 മില്യൺ പുതുതായി കോൾ റേറ്റേഴ്സ് ആഡ് ആയപ്പോൾ അവിടുത്തെ കോൾ OA എന്നുള്ളത് ഓൾമോസ്റ്റ് 10 മില്യൺ. ഇനി നമുക്ക് സപ്പോർട്ട് സൈഡിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 25,800 കാര്യമായിട്ട് പുട്ട് റേറ്റിംഗ് നടന്നിട്ടില്ല. അവിടുത്തെ ടോട്ടൽ OA എന്ന് പറയുന്നത് 6.6 മില്യൺ ആണ്.
നമുക്കൊരു മേജർ സപ്പോർട്ടായിട്ട് പറയാമെന്നുള്ളത് 25,700 ആണ്. അവിടെ 6 മില്യൺ പുട്ട് റൈറ്റിങ്ങും ടോട്ടൽ OI 13 മില്യനും ഉണ്ട്. ഇനി നമുക്ക് ഗാമ എക്സ്പോഷർ ചാർട്ടിലോട്ട് വരാം. അവിടെ ഇനി എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ഗാമ എക്സ്പോഷറിൻ്റെ ചാർട്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും 25,800 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഗാമയാണ്. അപ്പം പോസിറ്റീവ് ഗാമ എന്ന് പറഞ്ഞാൽ അവിടെ ഡീലേഴ്സ് ഷോർട്ടാണ് ഫ്യൂച്ചേഴ്സിൽ വരുമ്പോഴത്തേക്കും. അപ്പം 25,800 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ തന്നെയാണ് ചാൻസ്. 25,750 ആണ് തൊട്ടടുത്തുള്ള ഒരു സപ്പോർട്ട്. പക്ഷേ അതൊരു വീക്ക് സപ്പോർട്ടാണ്. മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് ഇപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 25,700 തന്നെയാണ്. OI ഡേറ്റ നോക്കിയാലും ഇത് തന്നെയാണ് സ്ഥിതി. പിന്നെ ഈ ഡേറ്റ എന്ന് പറഞ്ഞാൽ OI ഡേറ്റ പോലെ തന്നെയാണ്. അധികം മാറാനും ഫ്ലിപ്പ് ആവാനും അധികം സമയമൊന്നും വേണ്ട. അപ്പം നമ്മുടെ ലെവൽസിൽ ഇപ്പോൾ തൽക്കാലം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളെ ലെവൽസിൽ പറഞ്ഞ ഏരിയാസിൽ സപ്പോർട്ടുള്ള സ്ഥലത്ത് നമുക്ക് ട്രേഡ് എടുക്കാം, ലോങ് ആയാലും ഷോർട്ട് ആയാലും. ഇനി അതല്ല, ഇനിയിപ്പം വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അവിടെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. വീഡിയോ കണ്ടതിൽ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.